ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വണ്ടിയുടെ ബാറ്ററി ഓൾമോസ്റ്റ് ഡൗൺ ആയൊരു ലക്ഷണമാണ് കേട്ടോ കാണുന്നത്. എവിടെ പിള്ളേർക്ക് വീലി അടിക്കണമെന്ന് കേട്ടോ പറയുന്നത്. വീലി എല്ലായിടത്തും ഇതുപോലെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ സിറ്റിയുടെ അകത്തോടെ ഏർലി മോർണിംഗുള്ള യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. ചെയിൻ ലൂപ്പ് ഓക്കെ. ഡെവലപ്പ് ചെയ്യാനായിട്ട് കയറ്റാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ എത്ര രൂപയുടെ പെട്രോളാണ് ഞാൻ അടിച്ചതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഉത്തർപ്രദേശിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മോട്ടോർ സൈക്കിളുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് പ്ലേസ് ആയിട്ടുള്ള ഉത്തർപ്രദേശിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ കത്തിപ്പോകുന്നതാണോ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ലോറിയിൽ നിന്ന് പുക വരുന്നുണ്ട് കാണുന്നത്. ഇതൊരു പോപ്പുലേറ്റഡ് പ്ലേസ് ആണെങ്കിൽ പോലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും വളരെ എംപ്റ്റി ആയിട്ടുള്ള കുറേയധികം ലാൻഡ്സ്കേപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡായിട്ടുള്ള കൃഷ്ണനും രാമനൊക്കെ ജനിച്ചിട്ടുള്ള അയോധ്യയും ഈ ഒരു സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. 50,000. yes 100% लिटरेसी में केरला आगे है. हिंदी जाना जरूर थे. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാഷണൽ ഹൈവേസ് അതിമനോഹരമാണ്. അവ ഇങ്ങനെ നീണ്ടു നിവർന്ന് നമ്മളെ ഓൾവേസ് വെൽക്കം ചെയ്ത് കിടക്കുകയാണ്. ഹൈവേ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് ഉത്തർപ്രദേശിന്റെ പല ലാൻഡ്സ്കേപ്പുകളും കൃഷി രീതികളും ആളുകളെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇതുവഴി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ പൊന്നോ, എക്സ്പ്രസ് നമ്മുടെ ട്രൈപോഡ് താഴെ പോയി. ട്രൈപോഡ് കിട്ടി. എൻ്റെ പൊന്നു, ഒരു പുള്ളി നൈസായിട്ട് അതെടുത്ത് കൈ പിടിച്ചേക്കുമായിരുന്നു. ബാക്കി തന്നെ ഞാൻ കണ്ട്, അതുകൊണ്ട് പുള്ളി തന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി അത് കൊണ്ടുപോയാനെ. ഏകദേശം ഒരു 17 കിലോമീറ്ററും കൂടെയാണ് ഇവിടെ കാണിക്കുന്നത്. വാരാണസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ വാരാണസിയിൽ വന്നാൽ എന്തൊക്കെ നടക്കുമെന്ന് ഇന്ന് നമുക്കറിയാൻ പറ്റും. ഗംഗാ നദിയാണ് ആക്ച്വലി നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈ ഗോഡ്, മൊമെന്റാണ് ഇതൊക്കെ, മൊമെന്റ് ലൈഫിലെ. ഗംഗാ നദിയുടെ മുകളിലൂടെ നമ്മുടെ എക്സ്പ്രസ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഗംഗാ നദി ക്രോസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ I'm getting goosebumps, man. സ്ഥലത്തിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ഈ സ്ഥലത്തിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഇവിടെ വരുന്നത്. ഓ മാൻ, രോമൊക്കെ എണീക്കുന്നു. നോക്കല്ല കേട്ടോ, ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർ സൈക്കിള്, റിക്ഷ, ചവിട്ടുവണ്ടി, അതിൻ്റെ ഇടയിൽ നമ്മുടെ റാലി. ഗംഗാശക്തി ഹോം സ്റ്റേ. എല്ലാവരും പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് വന്നതാണൊക്കെ. അങ്ങനെ വാരാണസിയിലെത്തി നമ്മൾ ആർത്തി കാണാനായിട്ട് പോവാണ്. ബൈ.
ഇതാണെന്ന് തോന്നുന്നു കല്യാണം കഴിക്കണ പെണ്ണാണ്. ഫസ്റ്റ് ടൈമാണ് വണ്ടി നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ ഇനി നെക്സ്റ്റ് പോവാണ്. അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കുന്നു. ഇവിടെ ടെമ്പിളിലാണ് ആർത്തി നടക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ബ്ലോക്ക് നട്ടൊന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്ക്. വാവ്, ബാംഗ്ലൂരിനൊക്കെ വെറുതെ കുറ്റം പറഞ്ഞ് നമ്മൾ വാരണസിൽ വന്ന് ആരത്തി കാണാൻ വന്നാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിയാണ്. ആക്ച്വലി ഇവിടെയുള്ള സമയത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ വിശ്വാസമുള്ള ആളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു മൊമെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം പ്രേ ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ആ ഒരു സ്ഥലത്തിനൊരു ഒരു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് കേരളത്തിൽ നിന്ന് ബൈക്ക് ഓടിച്ച് ഇവിടെ വന്ന് ഈ ഒരു സംഭവം കാണാൻ ഇന്നത്തെ ദിവസം മേ ബി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് എനിക്കൊരു പ്രയോറിറ്റി തന്നെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിവേ ഗൈസ്, നമ്മുടെ ഗംഗാ റിവർ ഈ ഒരു വിശ്വാസങ്ങൾ ഓരോ ജനങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഓരോ വിശ്വാസങ്ങളാണ്. ബട്ട് നമുക്ക് എല്ലാവരുടെയും വിശ്വാസങ്ങൾ റെസ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എൻ്റെ ആണ്. ഇനി നാളെ മോർണിംഗ് വാരാണസിയിൽ കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നാളെ രാവിലെ കാണാം. ഫൈനലി നമ്മൾ ഗംഗാനദിയുടെ സൈഡിലെത്തി. ഈ ലോകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ഒരു ഭൂമിയിൽ തന്നെ അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ അയക്കുന്നു എന്ന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും വാരണസിയിൽ മൃതദേഹങ്ങൾ കത്തിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയൊരു കാഴ്ചയാണ്. ഡെഡ് ബോഡീസ് കത്തിക്കുന്നു അങ്ങനെയാണ്. ബട്ട് ഇവിടുത്തെ ആളുകൾ അത് ബിലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോക്ഷ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ലോകത്ത് ചെയ്ത എല്ലാ പാവങ്ങളും ഇവിടെ തീർത്ത് വേറൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻ്റ് ആയിട്ടുള്ള ഫയർ, സോ ആ ഒരു തീയിൽ തന്നെ നമ്മുടെ ബോഡി അവസാനിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് അവരവിടെ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് ഇവർ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് അവർ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും ക്ലിയർ ആയിട്ട് പുതിയൊരു ലോകത്തിലേക്ക് പുതിയൊരു തുടക്കമായിട്ട് പോകുന്നു. ആ ഒരു പ്രോസസ്സിലേക്ക് പറഞ്ഞയക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഇന്ന് കണ്ടത്. അങ്ങനെ ഈ ഒരു ബോഡി ഇവിടെ വെച്ച് കത്തിക്കുന്നതോടുകൂടി അവരുടെ പാവം എല്ലാം കഴിയുന്നു. അതിനുശേഷം ഈ ഒരു ബോഡി കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരം
ഗംഗാ നദിയിൽ ഒഴുക്കുന്നതോടുകൂടി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തങ്ങളായ കുറേ വിശ്വാസങ്ങളും കാര്യങ്ങളും ആൾക്കാരെയൊക്കെയാണ് നമുക്കിങ്ങനെ ഓരോ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പുതിയ സ്ഥലങ്ങൾ, പുതിയ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ ആളുകൾ, അങ്ങനെ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. റൈഡേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള പറയുന്നത്. അപ്പം നമ്മൾ ഇന്നലെ വരെ കണ്ട വാരണാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ അതിൻ്റെ സിറ്റിയുടെ അകത്തോടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിസ്സ ഹട്ട്, അതുപോലെ തന്നെ മോച്ചി, അഡിഡാസ്, അങ്ങനെയുള്ള ഷോറൂംസും കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഇതൊരു സിറ്റി സൈഡാണ് കേട്ടോ. ആക്ച്വലി ഇവിടുത്തെ ആൾക്കാർ രണ്ട് രീതിയാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ഒരു സിറ്റിയുമാണ്, എന്നാൽ പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ഒരു ചെറിയ നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേസിനെ പറയാം. ഹിന്ദു ആയിട്ടുള്ള ഒരാളുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാരാണസിയാണ് ഞാൻ ഇന്ന് കവർ ചെയ്തത്. ഈ ഒരു സ്ഥലം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ പലരും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു കേട്ടോ. പുതിയ പുതിയ എക്സ്പീരിയൻസ്, പുതിയ പുതിയ കാഴ്ചകൾ, ഇങ്ങനെ നമ്മൾ സ്വയമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്ന അറിവുകളൊക്കെ നമ്മുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കും. അതൊക്കെ നമുക്ക് കഥകളായിട്ട് വളരെയധികം ആൾക്കാരോട് പറയാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പം ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ വന്നു ചേരും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ചാപ്റ്ററിന്റെ വാരാണസി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ ഇന്ത്യയിലുള്ള മറ്റു സ്ഥലങ്ങളെല്ലാം നമ്മൾ മോട്ടോർ സൈക്കിളുമായിട്ട് പോയി ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.